ക്രാബിയിലേക്ക് പോകാൻ വേണ്ടി അട്ടിയായി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോഴാണ് ഒരു ബൈക്ക് ടാക്സിക്കാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഞാൻ അങ്ങോട്ട് ഇറക്കിത്തരാം, ബസ് സ്റ്റാൻഡിൽ ഇറക്കിത്തരാം, 20 ബാത്ത് തന്നാൽ മതി എന്നാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു 50 100 ആണല്ലോ സാധാരണ ചോദിക്കൽ, ഇതിപ്പോൾ എന്താ 20 ബാത്ത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അവൻ്റെ ഒപ്പം കയറി. അപ്പോൾ അവനിങ്ങനെ ഒരു ട്രാവൽസിൻ്റെ അടുത്ത് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന ഒരു ട്രാവൽസിൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തി. ഇവിടെ നിന്നാണ് ബസ് ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ആയിക്കോട്ടെ എത്ര റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു 650 ബാത്ത് എന്ന്. അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നി. ഞങ്ങൾ ഒരുപാട് കാലത്തെ ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന് പോകുന്നില്ല, മറ്റൊരു ദിവസമാണ് പോകുന്നത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിന് നേരെ മുമ്പിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയപ്പോൾ ക്രാബിലേക്ക് ട്രെയിനില്ല. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ നടന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഗേറ്റ് എത്തുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ ഒരുപാട് ട്രാവൽസ് ഉണ്ട്. ഞാനൊരു ട്രാവൽസ് കയറി ക്രാബിയിലേക്കുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 380 ബാത്തായി. പിന്നെ ഞാനിപ്പോൾ എടുക്കുന്നില്ല എന്നും പറഞ്ഞ് അവിടുന്ന് പിന്നെ ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഗേറ്റ് എത്തിയപ്പോൾ അവിടെ ഒരു 5-6 ആൾക്കാരുണ്ട്. ഇവർ ഉന്തി പറഞ്ഞേക്കുക ടിക്കറ്റ് കൗണ്ടർ പിന്നെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വരിയെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുക. അങ്ങനെ ഒരാളിൻ്റെ കൂടെ വന്ന് ഞാൻ അവിടുന്ന് ടിക്കറ്റിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 350 ബാത്തായി. അപ്പോഴും ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ബസ് ടിക്കറ്റ് എന്താണ് പിന്നെ അങ്ങനെ ട്രാവൽസിൽ നിന്ന് കൊടുക്കുന്നത്, ബസ്സിൽ നിന്ന് കൊടുക്കൂലേ അല്ലേ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊടുക്കൂലേ എന്നുള്ളൊരു സംശയം. അങ്ങനെ ഞാനൊന്നും കൂടി റൗണ്ട് അടിച്ച് നേരെ അപ്പുറത്ത് വേറൊരു ഗേറ്റ് ഉണ്ട്, അതിലെങ്ങനെ ബസ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഗേറ്റ് ഉണ്ട്, അതിലെങ്ങനെ കയറി ടിക്കറ്റ് കൗണ്ടറിൽ പോയി ചോദിച്ച് എത്ര ടിക്കറ്റ് ക്രാബിയിലേക്ക്. 250 ബാത്താണ് ക്രാബിയിലേക്കുള്ള ടിക്കറ്റിൻ്റെ യഥാർത്ഥ ബസ് ചാർജ്. 400 ബാത്തിൻ്റെ വ്യത്യാസമാണ് നമുക്ക് പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കുന്നതും പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നതുമായിട്ടുള്ളത്. എന്തെങ്കിലും കാരണം കൊണ്ട് അട്ടിയായി വന്ന് ഇറങ്ങുകയാണ്, ഫ്ലൈറ്റ് ടിക്കറ്റിന് പിന്നെ ചാർജ് കുറവോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് അട്ടിയായി വന്ന് ഇറങ്ങുകയാണെങ്കിൽ നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ പോയിട്ട് ടിക്കറ്റ് എടുക്കുക. അതാകുമ്പോൾ നമുക്കൊരു 400 ബാത്ത് ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ 1000 രൂപേൻ്റെ വ്യത്യാസമുണ്ട്, 1000 രൂപ ലാഭം കിട്ടും. ശരിക്കും ബസ് സ്റ്റാൻഡിന് മുമ്പ് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ അവിടെയാണ് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാരും ശരിക്കും അത് വിശ്വസിച്ചിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങ് പോകും. എന്തോ ഒരു സംശയം തോന്നിയതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറി ചോദിച്ചതാണ്. ഇവിടെ 1-2 കാര്യമുള്ള ഒരു ബീച്ച് ഉണ്ട്, പിന്നെ ഒരു മുനിസിപ്പാലിറ്റിൻ്റെ പാർക്ക് ഉണ്ട്, പിന്നെ ഇന്നലെ ഞാൻ കാണിച്ചല്ലോ ഇന്നലത്തെ വീഡിയോയിലിട്ട ആ ഒരു നൈറ്റ് ലൈഫ്, അട്ടിയാൻ്റെ ഒരു നൈറ്റ് ലൈഫ്, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ട് ടൂറിസ്റ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റിൽ ഞാൻ കുറച്ച് ആൾക്കാരെ കണ്ടു, വരുന്നില്ല എന്നല്ല, കുറവാണ്. നമ്മളെ പിന്നെ പട്ടായനെയും ബാങ്കോക്കിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഫുക്കറ്റിനെയൊക്കെ അപേക്ഷിച്ചിട്ട് പിന്നെ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റിൻ്റെ അളവ് കുറവാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാങ്കോക്കും പിന്നെ പട്ടായയൊക്കെയാണ് പോയത്. പിന്നെ ഫുക്കറ്റ്, ക്രാബി, അട്ടിയായി ഇവിടേക്കൊന്നും ഞാൻ വന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗം കാണാമല്ലോ എന്ന് വെച്ചിട്ട് വന്നതാണ്. വലിയ കാര്യമൊന്നുമില്ല. ഇന്നലെ ആയിട്ട് അത് തന്നെ ഒരു പ്രധാനമായിട്ടൊന്ന് കാണാനുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു ബീച്ച് പറഞ്ഞല്ലോ, അത്രേ ഉള്ളൂ.